നമുക്കൊരു ടിപ്പിക്കൽ ഡച്ച് ഹൗസിന്റെ ഹോം ടൂർ കണ്ടാലോ. ഇതൊരു 16th സെഞ്ചുറിയിൽ ഉണ്ടാക്കിയ വീടാണ്. ഇതൊരു മ്യൂസിയം ആക്കി പ്രിസർവ് ചെയ്തിട്ട് അന്ന് എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ ഇവര് ഏകദേശം വെക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ ഹോം ടൂറിലേക്ക് കിടക്കാം. ബയോ. ഇത് ഇവിടുത്തെ ഒരു ഗസ്റ്റ് റൂമാണ്. അതായത് ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവരുടെ പ്രൗഢി കാണിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ ഗംഭീരമായി ചെയ്തിട്ടുണ്ട്. പൈസ ഇങ്ങനെ കാണും. ഒരു 19th സെഞ്ചുറി കിച്ചൺ ആണ് ഇത് കാണുന്നത് കേട്ടോ. സിങ്ക്, തെണ, ഡൈനിങ് ടേബിൾ, ചിമ്നി. ഇതൊക്കെയാണോ പാത്രങ്ങള്? പാന്, കുറെ കോപ്പറിന്റെ അല്ലെ ബ്രാസിന്റെ ഒക്കെ പോലത്തെ പാത്രം. ഇവര് അന്നുള്ളത് അതേപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോഴും. ഇത് ഇവിടുത്തെ മോം കാമർ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മുറി എന്നാണ്. എനിക്ക് തോന്നുന്നു കിച്ചണിന്റെ തൊട്ടടുത്തുള്ള മുറി എന്നുള്ള അർത്ഥമായിരിക്കും. ചില സ്റ്റേഴ്സ് പിടിച്ച് കയറാൻ ഇവിടെ കയറ് വരെ ഉണ്ട് കേട്ടോ. ഇത് ഉറങ്ങുന്ന സ്പേസാണ്. ഈ ഡച്ചുകാരൊക്കെ ഇതിനകത്ത് എങ്ങനെ കൊള്ളുമോ? ഭയങ്കര നീളമല്ലേ. അവർ ചാരി ഇരുന്ന് ഉറങ്ങേണ്ടി വരും. പകല് സമയത്ത് അടച്ചിടും. ഇതൊരു നോർമൽ റൂമാവും. പക്ഷെ രാത്രി ആകുമ്പോൾ ഇത് തുറന്ന് ഇതൊരു ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. ഇത് ഇവരുടെ ഒരു ലിവിങ് റൂമാണ്. നല്ല ആംസ്റ്റർഡാമിൻ്റെ അടിപൊളി കനാൽ വ്യൂ ഒക്കെയുള്ള ലിവിങ് റൂം.